ഹലോ എവരിവൺ, IVF ജേണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ സംസാരിക്കാൻ പോകുന്നത് പറഞ്ഞാൽ എംബ്രിയോ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ തയ്യാറെടുക്കാം, അല്ലെങ്കിൽ എംബ്രിയോ ട്രാൻസ്ഫറിന് മുന്നോടിയായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, സക്സസ് ടിപ്പ് കൂട്ടുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് എൻ്റെ വീഡിയോ സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീണ്ടും വീണ്ടും കാണുന്നവരാണെങ്കിൽ ചാനലിലെ വീഡിയോസിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും മറ്റൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ IVFിൽ ലാസ്റ്റ് സ്റ്റെപ്പാണ് എംബ്രിയോ ട്രാൻസ്ഫർ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്, പക്ഷേ എന്നാൽ അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫറിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും ഒരു അമ്മയാവാനായിട്ട് ഫിസിക്കലിയും മെൻ്റലിയും കൂടെ തയ്യാറെടുക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യമായിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് പല ടെൻഷൻസ് ഉണ്ടാവും, പക്ഷേ എന്നിരുന്നാൽ തന്നെയും അതെല്ലാം മാറ്റി വെച്ചിട്ട് റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ഇരിക്കുക. നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് എല്ലാം മാറ്റി വയ്ക്കുക. പിന്നെ എംബ്രിയോ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് Day 2 സ്കാനിങ് തുടങ്ങുന്നത്. Day 2 സ്കാൻ ചെയ്തിട്ട് എൻഡോമെട്രിയം ഷെഡായിന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് ഈസ്ട്രജൻ ടാബ്ലറ്റ്സ് തന്നു തുടങ്ങും. അപ്പോൾ ഓരോരുത്തർക്കും പല ഡോസിലാണ് നമുക്ക് മെഡിസിൻ തരാം. സാധാരണയായിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രൊജിനോവ അല്ലാണ്ടാണ് ഈസ്ട്രോബെറ്റ്, അങ്ങനെ പല ടാബ്ലറ്റ്സുകളുണ്ട്. ഞാൻ യൂഷ്വലി കഴിക്കുന്നത് പ്രൊജിനോവ. പലതും കഴിച്ചു നോക്കിയിട്ടുണ്ട്, എന്നാൽ തന്നെയും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാത്രമല്ല മോസ്റ്റ് പീപ്പിൾസിന് എഫക്റ്റീവ് ആയിട്ടുള്ളത് പ്രൊജിനോവ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയായിരിക്കും മിക്കവാറും കഴിക്കുക. എന്നാലും ഈസ്ട്രജൻ ടാബ്ലറ്റ് ആണ് നമ്മൾ കഴിക്കുക. ഈസ്ട്രജൻ ടാബ്ലറ്റിന് ഡോസേജ് ഉണ്ടാവും. അപ്പോൾ ചിലർക്ക് രാവിലെ വൈകിട്ട് ആയിരിക്കും, ചിലപ്പോൾ 3 നേരം കഴിക്കാനൊക്കെ ആയിരിക്കും. അങ്ങനെ പല ഡോസ്, അല്ലെങ്കിൽ ഇനിഷ്യൽ ഡോസേജ് തന്നിട്ട് നമുക്ക് തിക്നെസ് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോസേജ് കൂട്ടും, പിന്നെ തിക്നെസ് കൂടിയിട്ടുണ്ടെങ്കിൽ ഡോസേജ് കുറയ്ക്കും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കി എന്ത് ടാബ്ലറ്റ്സ് ഒക്കെ മറന്നാലും പക്ഷേ ഈ ടാബ്ലറ്റ് മറക്കാതിരിക്കുക. അത് കൃത്യമായ ഡോസിൽ തന്നെ കഴിക്കുക. 3 നേരം കഴിക്കാനുണ്ടെങ്കിൽ 3 നേരം കഴിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ചിലപ്പോൾ 3 നേരം എന്നുള്ളത് ചിലപ്പോൾ 1 നേരം ചിലപ്പോൾ ഉച്ചക്കത്ത് മറന്നു പോകാനുള്ള സാധ്യത വളരെയേറെ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ മരുന്ന് കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ IVF ട്രീറ്റ്മെൻറ്റിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നതും നമ്മുടെ മെഡിസിൻ കൃത്യമായിട്ടുള്ള കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എംബ്രിയോ ട്രാൻസ്ഫറിലേക്ക് വരുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സംഭവമാണ് ഈ ടാബ്ലറ്റ്, ഈസ്ട്രജൻ ടാബ്ലറ്റ് കൃത്യമായിട്ട് കഴിക്കുക. പിന്നെ നമുക്ക് പറഞ്ഞിരിക്കുന്ന ദിവസം നമ്മൾ പോയി സ്കാൻ ചെയ്യുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എംബ്രിയോ ട്രാൻസ്ഫറിലേക്ക് പിന്നെ ഈ തിക്നെസ് കൂടാൻ വേണ്ടി ഞാൻ ഇത് കൂടാണ്ട് ചില പൊടിക്കൈകളോട് ഉപയോഗിക്കാറുണ്ട്. ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്നത് മാതളനാരങ്ങ കഴിക്കാറുണ്ട്. അത് തിക്നെസ് കൂടാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അതായത് അതിൽ കുറച്ച് ഈസ്ട്രജൻ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് അതോട് കഴിക്കുമ്പോൾ ആഡൻ കണ്ടന്റ് ആയിട്ട് എനിക്ക് തിക്നെസ് കൂടാറുണ്ട്. പിന്നെ ഞാൻ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടത് കഴിക്കാറുണ്ട്. അത് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. പിന്നെ ഉണക്കമുന്തിരി കഴിക്കുന്നതുകൊണ്ട് ധാരാളം ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടത് ഞാനത് വെള്ളമായിട്ടും ഉണക്കമുന്തിരി ആയിട്ടാണ് കഴിക്കാറ്. ഞാൻ അങ്ങനെയാണ് കഴിക്കുന്നത്, എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഞാൻ എംബ്രിയോ ട്രാൻസ്ഫറിലേക്ക് വേണ്ടിയിട്ട് ഡേ വരെ ഞാനത് കഴിക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ ഉണക്കമുന്തിരി ഞാൻ കഴിക്കാറില്ല. ചെറിയ അളവിൽ കഴിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അത് എനിക്ക് ചില നെഗറ്റീവ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതിന് ശേഷം ഞാൻ കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കഴിക്കാറുണ്ട്, മാതളനാരങ്ങ കഴിക്കാറുണ്ട്. പിന്നെ ബീറ്റ്റൂട്ട് ജ്യൂസും കുടിക്കുന്നത് നല്ലതാണ്. പക്ഷേ എനിക്ക് ടേസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കുടിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ എന്നാലും ഞാൻ അത്ര ഫോളോ ചെയ്യാറില്ല. എന്നിരുന്നാലും ബീറ്റ്റൂട്ട് ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. എംബ്രിയോ ട്രാൻസ്ഫർ വരെ നമ്മുടെ സ്റ്റഡീസ് വരെ പറയുന്നുണ്ട് ബീറ്റ്റൂട്ട് ജ്യൂസ് ഇത്ര മില്ലിഗ്രാം വരെ കുടിക്കുന്നതുകൊണ്ട് എംബ്രിയോ ട്രാൻസ്ഫർ വളരെ സക്സസ്ഫുൾ ആകുമെന്ന് പറയുന്നുണ്ട്. ഇഷ്ടമുള്ള ആൾക്കാർ കഴിക്കുക, അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ആൾക്കാരും കഴിക്കുക. ബീറ്റ്റൂട്ടും നാരങ്ങയും ഇഞ്ചിയും കൂടി മിക്സ് ചെയ്തിട്ട് കുടിക്കുക. പക്ഷേ അപ്പോഴും പഞ്ചസാര അധികം ഉപയോഗിക്കാതിരിക്കുക നല്ലതാണ്. പ്രത്യേകിച്ച് PCOD ഉള്ള ആൾക്കാർക്ക് പഞ്ചസാര എന്ന് പറഞ്ഞ സംഭവം അവർക്കത് ഹോർമോണൽ ഇംബാലൻസ് വരുത്തും. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. പഞ്ചസാര ഇല്ലാതെ കുടിക്കുന്ന അത്ര ടേസ്റ്റും അല്ല. കുഴപ്പമില്ലാത്ത ആൾക്കാർക്ക് അത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇത് രണ്ടുമാണ്. പിന്നെ നമുക്ക് പറഞ്ഞിരിക്കുന്ന ടൈമിൽ തന്നെ അഡ്മിറ്റ് ആവാൻ നോക്കാറുണ്ട്. പിന്നെ മാത്രമല്ല എംബ്രിയോ ട്രാൻസ്ഫർ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. മിക്കവർക്കും തന്നെ പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻസ് ഉണ്ടാവും. അപൂർവമാർക്ക് മാത്രമേ ടാബ്ലറ്റ്സിൽ ചെയ്യാറുള്ളൂ. അപ്പോൾ പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ എടുക്കും. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ സ്വന്തമായിട്ടല്ല ഇഞ്ചക്ഷൻ എടുക്കുന്നത്, പുറത്തു പോയിട്ട് എടുക്കാറ്. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യും. ചിലപ്പോൾ
ഒരു തവണ ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നിയർ ബൈ എവിടെയെങ്കിലും ചെയ്യാനാണ് ഞാൻ നോക്കാറ്. സാധാരണയായിട്ട് ഇവിടെ അടുത്ത് തന്നെ ഞാൻ ചെയ്യാറ്. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ച് അതായത് ഞാൻ എപ്പോഴും ചെയ്യാറെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ കഴിഞ്ഞ് പിറ്റേ ദിവസം വീട്ടിലേക്ക് വരികയാണ് ചെയ്യാറ്. ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്നാലും ഞാൻ അതായത് കുറച്ചും കൂടെ അഫോർഡബിലിറ്റി കൂടെ നോക്കിയിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ എന്തായാലും റൂം റെൻറ്റ് കൊടുക്കേണ്ടി വരും, പിന്നെ ഫുഡിൻ്റെ പൈസ കൊടുക്കേണ്ടി വരും. എല്ലാം കൂടി നോക്കുമ്പോഴത്തേക്കും പിന്നെ മെഡിസിൻ ചാർജ് എല്ലാം കൂടി നോക്കുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ അത് എക്സ്ട്രാ നമ്മൾ കളയുന്നതാണല്ലോ. നമ്മൾ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാധാരണ രീതിയിൽ വീട്ടിലേക്കാണ് വരാറ്. അപ്പോൾ ഞാൻ ഇത്തവണ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ തവണയും ഞാൻ അത്രയായിട്ട് നോക്കിയിരുന്നില്ല എങ്കിലും, അതായത് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യത്തിന് റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോട് ചെയ്യണം. അതായത് പ്രത്യേകിച്ച് നോക്കുവാണെങ്കിൽ വീട്ടിൽ മുതിർന്ന ആൾക്കാരുണ്ട്, അമ്മമാരൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് തോന്നത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയില്ല. അപ്പം കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഇത്തവണ എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയി നിൽക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാം പറഞ്ഞ് ഞാൻ പോകാനുള്ള രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഫുൾ ബെഡ് റെസ്റ്റ് അല്ല, പക്ഷെ എന്നാലും ആവശ്യത്തിന് റെസ്റ്റ് എടുക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബോഡി ഒട്ടും ടയേർഡ് ആവരുത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ ശേഷം ദൂരയാത്ര കഴിവതും ഒഴിവാക്കുകയാണ്. ഇപ്പോൾ ദൂരേക്കാണ് വീടുന്നുണ്ടെങ്കിൽ പോകാം, പക്ഷേ ബസ്സിൽ പോകാതിരിക്കുക, ട്രെയിനിലോ കാറിലോ പോകാം. അത് അറ്റേ സ്ട്രെച്ച് യാത്ര ചെയ്യാതിരിക്കാൻ, നിർത്തി പോവുക. പിന്നെ പോകുന്ന വഴിയിൽ നമ്മളൊരു പ്രത്യേകം ശ്രദ്ധിക്കുക, യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കാതിരിക്കുക, കാരണം അത് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പുറമേ നിന്നുള്ള ഫുഡ് കഴിവതും ഒഴിവാക്കുക, ഹോംലി ഫുഡ് തന്നെ കഴിക്കുക. അതായത് നമുക്ക് ആവശ്യത്തിനുള്ള ഡയറ്റ്, അതായത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ ധാരാളം ഉൾക്കൊള്ളിക്കുക. നമുക്ക് ന്യൂട്രിയൻസ് കിട്ടുന്ന, ശരീരത്തിന് ഗുണകരമാകുന്ന ഭക്ഷണങ്ങൾ, അതായത് നമ്മൾ ടേസ്റ്റിനേക്കാൾ കൂടുതൽ നമ്മൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണകരമാകുന്ന ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. പിന്നെ ഞാൻ ഇത്തവണ പ്രത്യേകിച്ച് കൂടാണ്ട് അഡീഷണൽ ആയിട്ടൊരു കാര്യം കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ബ്രീതിങ് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അതായത് അത് മനസ്സും ശരീരവും ശാന്തമാവും. പിന്നെ മാത്രമല്ല കഴിഞ്ഞ തവണ BP ഇത്തിരി കൂടുതലായി പോയതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുമ്പോൾ BP കൺട്രോളിൽ വരും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. മാത്രമല്ല അതിനുശേഷം എൻ്റെ BP നോർമലായിരുന്നു കേട്ടോ. ഡിസ്ചാർജ് കാണുന്ന സമയത്തിന് നോർമലായിരുന്നു. അപ്പോൾ ബ്രീതിങ് എക്സസൈസിന് ചെയ്യാറുണ്ട്. കഴിവതും രാവിലെയാണ് ചെയ്യാറ്. ഈവനിങ് ടൈം കിട്ടാറില്ല. പറ്റുവാണെങ്കിൽ രാവിലെയും വൈകുന്നേരം ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും മെഡിസിൻ, എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞാൽ മെഡിസിൻ കൃത്യമായിട്ട് തന്നെ എടുക്കുക. പിന്നെ നോർമലി ആയിട്ടുള്ള ചെറിയ ക്രാംസും പെയിനും ഒക്കെ നോർമലാണ്. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കരമായ വേദനയുണ്ട്, ബ്ലീഡിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടറെ ഉടനടി കാണേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയില്ലല്ലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ സഹിക്കാൻ പറ്റാത്ത വേദനയോ AV ബ്ലീഡിങ്ങോ ഉണ്ടെങ്കിൽ ഡോക്ടറെ ഉടനടി കാണുക. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അധികം അതായത് പൈനാപ്പിൾ, പപ്പായ പോലുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. അതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ ഡേറ്റ്സ് കഴിക്കേണ്ട, ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് തന്നെ അവക്കാഡോ ഞാൻ കഴിക്കാറുണ്ട്, റോബസ്റ്റോ ഞാൻ കഴിക്കാറുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ പറയുന്നത് എനിക്ക് സീ ഫുഡ് കുറച്ച് ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ എന്നാലും ഞാൻ ആ സമയത്ത് ചെമ്മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിരുന്നു. അതായത് വയറിന് പ്രശ്നം വരും എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് കുഞ്ഞിനെന്തെങ്കിലും പ്രശ്നം വരും എന്നുള്ളതുകൊണ്ടല്ല, വയറിന് പ്രശ്നം വരും എന്നുള്ളത് ചെമ്മീനൊക്കെ ഞാൻ ഒഴിവാക്കിയിരുന്നു. പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് മെയിനായിട്ട് ഞാൻ കഴിച്ചത്. പുറത്തുനിന്നൊന്നും തന്നെ കഴിക്കാറില്ല. പ്രത്യേകിച്ച് ചൈനീസ് ഫുഡ്, സ്പൈസി ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കുമ്പോഴത്തേക്കും അതിലെന്തെങ്കിലും കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കെമിക്കൽസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കും. ഫുഡിൽ മാത്രമല്ല നമ്മൾ കോസ്മെറ്റിക്സും ഒഴിവാക്കുക കേട്ടോ. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഒരുമാതിരി എല്ലാം കവർ ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.